പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തരുടെ പേരുകൾ ചോദിച്ചാൽ അജിത് ഡോവലും ജയശങ്കറും ഒക്കെ കഴിഞ്ഞ് ഒരു വനിത കൂടിയുണ്ട്, നിധി തിവാരി. പ്രധാനമന്ത്രിയായ മോദിയുടെ 11 വർഷത്തെ ഭരണകാലത്ത് ആദ്യമായാണ് ഒരു സ്ത്രീ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും അജിത് ഡോവലിന്റെയും ടീമുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് നിധി നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത്. വളരെ അതീവ സുരക്ഷാ സന്നാഹങ്ങളുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വാഹനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ പിൻസീറ്റിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് ഈ യുവതി പുറത്തിറങ്ങുന്നത് എന്നറിയാമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീയെക്കുറിച്ച് വലിയ ചർച്ചയാണ്. പ്രധാനമന്ത്രി മുൻസീറ്റിലിരിക്കുമ്പോൾ പിന്നിൽ യാത്ര ചെയ്യാൻ അനുവാദമുള്ള ഈ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിനാണ് നിധി തിവാരി എന്ന ഉത്തരം. പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തയായ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിലെ നിർണായക സാന്നിധ്യവുമാണ് ഈ ഉദ്യോഗസ്ഥ. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വിദേശകാര്യ സുരക്ഷാ വിഭാഗത്തിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനാണ് ഇവർ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഭരണപരവും നയതന്ത്രപരവുമായ പ്രവർത്തനങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും നിധി തിവാരി ഇപ്പോൾ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ മഹമൂർഗഞ്ചിൽ നിന്നുള്ള യുവതിയാണ് നിധി തിവാരി. ലക്നൌ സ്വദേശിയായ നിധിക്ക് സ്വർണ്ണ മെഡലുകളുടെ തിളക്കമുള്ള ഒരു അക്കാദമിക് പശ്ചാത്തലവുമുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോ കെമിസ്ട്രിയിൽ MSc പൂർത്തിയാക്കിയ നിധി അവിടെ വെച്ച് ഡോക്ടർ സുശീൽ ജയ്സ്വാളിനെ പരിചയപ്പെട്ടു. പിന്നീട് വിവാഹിതയായി. 2007 മഹാരാഷ്ട്രയിലെ ഭഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞയായിട്ടായിരുന്നു നിധിയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അവിടെയും സ്വർണ്ണ മെഡലോടെയാണ് അവർ പരിശീലനം പൂർത്തിയാക്കിയത്. എന്നാൽ ജനസേവനം എന്ന ലക്ഷ്യം മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന നിധി 2008 ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ വിജയിച്ച് വാരണാസിയിൽ കൊമേഴ്സ്യൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായി ചുമതലയേറ്റു. 2008 അവർക്കൊരു മകൻ ജനിച്ചു. അതിനുശേഷവും സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നം അവർ ഉപേക്ഷിച്ചില്ല. 2013 തന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ 96ാം റാങ്ക് കരസ്ഥമാക്കി. മസൂറിയിലെ പരിശീലന കാലത്തും ബാച്ചിലെ ടോപ്പറായി സ്വർണ്ണ മെഡൽ നേടിയാണ് അവർ പുറത്തിറങ്ങിയത്. 2014 ബാച്ച് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥയായ നിധി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിസ്ആർമമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഡിവിഷനിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2022 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി എത്തി. 2023 ജനുവരിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിധി തിവാരി. എന്തായാലും നിധി തിവാരിയുടെ ആ ഒരു സാന്നിധ്യം ഇപ്പോൾ ഒരു വനിതയ്ക്ക് തൻ്റെ വിശ്വസ്തയായി തന്നോടൊപ്പം നയതന്ത്ര കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്താൻ ഒരു വനിതയ്ക്ക് കൂടി ഒരു പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ മേഖലയിൽ, അതായത് മന്ത്രിമാരായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മാത്രമല്ല, രാജ്യത്തിന്റെ നയതന്ത്രം കൈകാര്യം ചെയ്യുന്ന ഇടത്തുകൂടി വനിതകളുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു തീരുമാനമാണ് ഇവിടെ നിധിയിലൂടെ പ്രകടമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.